ഭാര്യ വീട്. ഈ പ്രദീപ് ജ്യോതിഷ നടത്തുന്നതിന് തൊട്ട് അയൽവാസിയുള്ള ചേട്ടനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചേട്ടന്റെ പേരെന്താണ്? ഓമനക്കുട്ടൻ. ഈ പ്രദീപ് എത്ര നാളായിട്ട് ഇവിടെ ഈ മന്ത്രവാദം ജ്യോതിഷമൊക്കെ ചെയ്യുന്നുണ്ട്? ഒരുപാട് കാലം ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. വരാറുണ്ട്. ഏത് സമയത്തൊക്കെയാ വരുന്നത്? എന്ത് പൂജയാണെന്ന് അറിഞ്ഞൂടാ. ഏത് സമയത്തൊക്കെയാ വരുന്നത്? എപ്പോഴും വരാറുണ്ട്. ഈ പാതിരാത്രി അർദ്ധരാത്രിക്ക് ശേഷം വരാറുണ്ട്? അർദ്ധരാത്രിക്ക് ശേഷം വരാറില്ല. ആരും 10-11 മണിക്ക് ശേഷം ആരും വരാറില്ല. പുറത്തു പോകാറില്ല. അർദ്ധരാത്രി ഇവിടെ പൂജയൊക്കെ നടക്കാറുണ്ടോ? പക്ഷെ ഇവിടെ ഉള്ള നാല് പെമക്കളിൽ ഒരു മോള്, 3 പേര് ഇതല്ലാതെ. അർദ്ധരാത്രി നടക്കാന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഉറക്കഴിച്ചിരിക്കാക്കൂല. എന്താണ് ഇവിടെ കേൾക്കുന്നത്? എന്താണ് ഇവിടുന്ന് കേൾക്കുന്ന ശബ്ദം? സ്പീക്കറൊക്കെ ഇരിക്കുന്നുണ്ട്. മന്ത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പോലീസ് വന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നാട്ടുകാരൊക്കെ ഇവിടെ പൂജയ്ക്ക് വരാറുണ്ടോ? നാട്ടുകാരെ പൂജയ്ക്ക് വരാറുണ്ട്. അത് ഈ നാട്ടുകാരാണോ പുറത്തുനിന്നുള്ളവരാണോ? പുറത്തുനിന്നുള്ളവരാണ്. ഇവിടെ ഇയാള് ഈ സ്വാമി എന്താണ് നേരത്തെ എന്ത് ജോലി ചെയ്തിട്ടുള്ള? നേരത്തെ മുട്ട കച്ചവടം. മുട്ട പ്രദീപ് എന്ന് പേരുള്ളപ്പോ മുട്ട കച്ചവടം ശംഖുമുഖത്തും. അതിനു മുമ്പ് അധ്യാപകനായിരുന്നു. ട്യൂട്ടോറെ ന്യൂ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ എന്നെ പഠിപ്പിച്ച സാറാണ്. മറ്റേ കരിക്ക സ്കൂളിന്റെ ഇപ്പുറത്ത്. ഇയാള് പിന്നെ എത്ര വിവാഹം ചെയ്തു? രണ്ട് വിവാഹം ചെയ്തു. ഞാൻ പിന്നെ എന്റെ പെണ്ണിനെയും കൂട്ടി രണ്ട്. അപ്പോൾ പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ ചുരുളഴിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിന് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കം സംശയം ബലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഈ ജ്യോത്സ്യനുമായിട്ടുള്ള ബന്ധം, ആ ജ്യോത്സ്യനെ കുറിച്ച് പ്രശാന്ത് കൃഷ്ണ ആ ജ്യോത്സ്യന്റെ ആ ജ്യോതിഷാലയത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും സമീപത്തെ പ്രതികരണങ്ങളുമൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ഇവിടേക്ക് നമ്മൾ ആദ്യം എത്തുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള പൂജകൾ നടക്കുന്നുണ്ട് എന്നത് നമുക്ക് നമുക്കിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇന്ന് രാവിലെയും കൂടി ചില പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ജ്യോതിഷമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോഴും അല്ലാത്ത മറ്റു ചില പൂജകൾ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില പൂജകൾ നടക്കുന്ന തരത്തിലുള്ള ചില യാഗത്തറ പോലത്തെ ചില സംവിധാനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അകത്ത് വിളക്കുകളും മറ്റ് പൂജാ സാമഗ്രികളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഇവിടെ പലരും വരുന്നുണ്ട്. അവർ പലരും ഒരുപാട് പേർ ഈ പുറത്തുള്ളവരാണ് വരുന്നത്. മാത്രമല്ല അർദ്ധരാത്രിക്ക് ശേഷവും 2 മണിക്കെല്ലാം ഇവിടെ ചില പൂജകൾ നടക്കുന്നത് കേൾക്കാറുണ്ട് എന്നാണ് അയൽവാസികൾ പറയുന്നത്. അത് മന്ത്രവാദമാണോ എന്ന് ഇവർക്കറിയില്ല. ഇവിടെ പ്രസക്തമായ കാര്യം, ബാലരാമപുരം കൊലക്കേസിലെ ഈ മരിച്ച കുട്ടിയുടെ അമ്മ ശ്രീതു ഇവിടെ സന്ദർശകയായിരുന്നു. ഈ ജ്യോതിഷിയുടെ ഈ ദേവിദാസന്റെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി ഇവിടുത്തെ അന്തേവാസി ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായുള്ള ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെടുത്തുമ്പോൾ ദേവിദാസന് ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, അത്തരം സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദേശം, അത് ഈ മന്ത്രവാദ രൂപത്തിലുള്ള ഉപദേശം ദേവിദാസൻ ഈ കുടുംബത്തിന്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിവരം, ഈ അമ്മാവൻ ഹരികുമാർ ഇവിടെ നിന്നിട്ടുണ്ട്. ഈ ദേവിദാസനൊപ്പം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നിന്നിരുന്നത്. ഇവിടെ ഒരുപക്ഷെ പൂജകളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നതായിരിക്കാം. ഏതായാലും ഈ കുടുംബത്തിന്, ഈ മരിച്ച കുഞ്ഞിന്റെ കുടുംബത്തിന്, അമ്മയ്ക്കും അമ്മാവനും ഈ ദേവിദാസനുമായി ബന്ധമുണ്ട് എന്നത് പോലീസിന് കൃത്യമായ തെളിവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇന്നിപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഈ ഇന്നലെ നടന്ന ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം, എന്തെങ്കിലും പരിഹാര ക്രിയയുടെ ഭാഗമായുള്ള ഒരു കൊലപാതകമാണോ, അത് ഒരു ബ്ലാക്ക് മാജിക് മന്ത്രവാദമാണോ നടന്നിട്ടുള്ളത്, അതിന്റെ ഭാഗമായുള്ള കൊലപാതകമാണോ എന്ന കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ വരെ അമ്മാവൻ കൊലപ്പെടുത്തി. ശരി പ്രശാന്ത്, എന്തായാലും ദേവിദാസന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവയ്ക്കുന്നത്.